ഇന്നത്തെ റെസിപ്പി ഓലനാണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വൻപയർ എടുത്തിട്ടുണ്ട്. പിന്നെ ചിരങ്ങയും എടുത്തിട്ടുണ്ട്. ഈ ചിരങ്ങയുടെ മുഴുവൻ വേണ്ട, പകുതി ഭാഗമാണ് ഇതിലേക്ക് എടുക്കുന്നത്. കുക്കറിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ചിരങ്ങ നന്നാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി ചിരങ്ങ അരിഞ്ഞെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി പയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. വെന്ത പയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം വെന്ത് ഉടഞ്ഞ പയറാണെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട. ഇത് ഒരു പാകത്തിന് വെന്തിട്ടുള്ളൂ. അപ്പോൾ ചിരങ്ങയുടെ കൂടെ കിടന്ന് ഒന്നും കൂടെ വെന്തോളും. ഇനി ഇതിൽ ഒരല്പം കൂടെ വെള്ളം ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമ്മളിതിൽ ഉപ്പ് ചേർക്കണില്ല. ഓലന് വളരെ കുറച്ച് ഉപ്പേ ആവശ്യമുള്ളൂ. ഇനി വെന്തതിന് ശേഷം ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി ഉപ്പ് ആവശ്യമാണ്. അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. തിളച്ച് വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കാം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.